ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ സ്റ്റോറി ഇട്ടായിരുന്നു. ചെറിയ മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കയറണമെങ്കിൽ ഇങ്ങനെ മീറ്റപ്പൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറിയാൽ മതി. CPM ബോസ് എന്ന് ഗെയിമർ ഒന്ന് അടിച്ചെടുത്താൽ മതി, കിട്ടും. പിന്നെ ഗൈസ്, ഇന്നത്തെ നമ്മളെ ഇന്ന് ചെറിയ മീറ്റപ്പ് എന്താ സംഭവം വെച്ചാൽ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ലൈനപ്പായിട്ട് അടുത്തടുത്ത് കാറ് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളതിൽ ഗ്രാഫിക്സ് ഹൈ ആക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, എൻ്റെ ഒരു ഡാർക്ക് ഗ്രാഫിക്സ് ആണ് ഈ അറ്റ്മോസ്ഫിയറിക് ഫോഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ളത്. ഒരു ഡാർക്കായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗൈസ്. വേറെ കാര്യം എന്താ പറയുക വെച്ചാൽ, ഇപ്പം നമ്മളതിലിപ്പം 3 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. 3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഒന്ന് PI ഗോസ്റ്റ്, പിന്നെ TMZ ഫ്ലാഷും, പിന്നെ ഇതാ PI മലയാളിയാണ്. PI മലയാളിയും. ഇവർ 3 ആളും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതുമാണ്. ഇവർ വരുന്നു. പിന്നെ ഒരാളും കൂടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാവിയോൺ ബ്രോ എന്ന് വെച്ചാൽ അവൻ്റെ പേര് NRK അങ്ങനെ എന്തോ ആണോ അവൻ്റെ പേര്. ഞാൻ അവനെ സാവിയോൺ സംസാരിക്കും. അവനെ സാവിയോൺ ബ്രോ എന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 600 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാവരും ഇനി മാക്സിമം ഫോളോ ചെയ്യട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് കാർസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുക. എൻ്റെ കയ്യിൽ കാർസ് ഉണ്ടെങ്കിൽ ഞാൻ തരും അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ കാർസൊക്കെ കിട്ടുമ്പോൾ ഞാൻ തരും കേട്ടോ ഗൈസ്. നമ്മളെ കാറൊക്കെ കണ്ടിട്ട് മച്ചാൻ അത്ഭുതമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചമാരോട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും എടുക്കണം, മച്ചന്മാരോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിൽ നമ്മളോട് നമ്മളെ മച്ചന്മാർ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഫ്രണ്ടാക്കണം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നെടുത്ത് ഞാൻ വേറെ അക്കൗണ്ടിലൊക്കെ കളിച്ച്, അപ്പം എല്ലാവരെയും ഫ്രണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഫ്രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആഡ് ടു യുവർ ഫോർ ലിസ്റ്റ് അതാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തില്ലേ, അവനാണ് സാവിയോൺ ബ്രോ. അവനൊക്കെ എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവനൊക്കെ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കട്ടോ ഗൈസ്. അവനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ള മച്ചാനാണ്. ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളെല്ലാവരോടും ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഓരോരുത്തർ നമ്മളോട് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കണേ. നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ മോശം, റിപ്ലൈ ഒക്കെ കൊടുത്ത് സെറ്റൊക്കെ കാണാം ഗൈസ്. ഗൈസ്, നമ്മളെ സാവിയോൺ ബ്രോ കൊണ്ടുവന്നത് മഞ്ഞ കളറിലെ കാറാണ് ഗൈസ്. അപ്പം സാവിയോൺ ബ്രോനാണെങ്കിൽ ഒരു ചടപ്പ് മഞ്ഞ കളറിലെ കാറ് ഈ വെള്ള കളർ നടുവിൽ ഇങ്ങനെ എടുക്കുമ്പോൾ, അപ്പോൾ അവനിപ്പോൾ പോയി അത് മാറ്റി വെള്ള കളറാക്കി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ പോയി മാറ്റി വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സാവിയോൺ ബ്രോ ഒക്കെ വന്ന് അവൻ്റെ കാറൊക്കെ വെച്ച് നമ്മൾ ആ ഒരു രീതിയിൽ ഫോട്ടോ എടുത്ത് ഇപ്പോൾ നമ്മളൊരു വണ്ടി വട്ടത്തിലിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഈ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വീഡിയോ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫോണ് ചെറിയൊരു ലാഗുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഫുള്ള് ഹൈയിലിട്ടിട്ടല്ലേ നമ്മളെ ക്വാളിറ്റി ഒക്കെ ഹൈയിലിട്ടിട്ടല്ലേ നമ്മൾ കളിക്കണത്. അപ്പം അതിൻ്റെതായ ചെറിയ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഗൈസ്. ഗൈസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവന്മാരെവിടെയാണ് ഗൈസ് പാർക്ക് ചെയ്ത് വെച്ചത് എവിടെ വെച്ചത് ഗൈസ്? സൂപ്പർ മാർക്കറ്റിൽ ഏതില്ല.
അവിടെയാണ് ഗൈസ്. നമ്മളെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി അങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ നമ്മളൊരു ബ്രോ പോയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയില്ല, എൻ്റെ ഫോൺ ലാഗ് ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബ്രോ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫോട്ടോഷൂട്ട് ചെറിയൊരു അവിടെ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ബ്രോ ഇങ്ങോട്ട് തിരിച്ച് കയറി വരുമെന്ന് അറിയില്ല. അവന് ഞാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നു. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അവനങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. ഒക്കെ നമ്മളെ ഗ്രാഫിക്സ് ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. കൂട്ടിയിട്ടാണ് കളിക്കുമ്പോൾ സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഫിക്സ് കുറച്ചിട്ടാണ്. ഗ്രാഫിക്സ് കൂട്ടി കഴിഞ്ഞാൽ കുറച്ച് സ്പീഡിലൊക്കെ പോകുമ്പോൾ ലാഗ് അടിക്കും. നമ്മളെ ഇതാണ് നമ്മളെ ബ്രോ. മനസ്സിലായല്ലോ, നമ്മളെ വണ്ടി കാർസൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് നമുക്ക് പിക്കൊക്കെ എടുക്കാം ഗൈസ്. നമുക്ക് കുറച്ച് പിക്കൊക്കെ എടുക്കാം. ഗൈസ് പിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ലൈനപ്പായിട്ട് നേരെ ഒരു സ്ഥലം വരെ പോവുകയുണ്ട്. ചിലപ്പം അത്രയും ദൂരത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഫോണും എല്ലാവരുടെ ഫോണൊക്കെ ചെറുതായിട്ട് ലാഗൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. നേരത്തെ തന്നെ നോക്കിയപ്പോൾ 20%. ചാർജും ഇല്ല. പിന്നെ നമുക്ക് ലൈനപ്പായിട്ട് പോവുകയാണ്. മേഴ്സിഡീസ് ബെൻസിൻ്റെ സെഡാൻ കാറിൻ്റെ മീറ്റപ്പ് അത്യാവശ്യം സക്സസ്ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആവും. ഇനി കുറച്ച് ദൂരം കൂടി പോകണുള്ളൂ. ചിലപ്പോൾ നമ്മൾ അതോടെ അവസാനിപ്പിക്കും. അപ്പം കണ്ടില്ലേ, കുറേ ആൾക്കാർ കയ്യിൽ സ്റ്റിക്കേഴ്സൊക്കെ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ അവിടെ ഫോണിൽ ലാഗ് അടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ചാർജ് ഇല്ല. ഇപ്പോൾ തന്നെ നമ്മളെ ഫ്ലാഷ് പറയുന്നുണ്ട് വേഗം എന്ന് പറയുന്നുണ്ട്. ബോസ് എന്നെ എല്ലാവരും ഇപ്പോൾ ബോസ് എന്ന് ഞാൻ CPM മലയാളി എന്നുള്ള പേര് ബോസ് എന്നാക്കി ഗൈസ്. അപ്പം എല്ലാവരും ഇപ്പോൾ ബോസ് എന്നൊക്കെ എന്നെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബോസ് എന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്തായാലും ഈ ഗെയിമിൽ മൈക്കിൽ ആണ് നമ്മൾ സംസാരിച്ച് അവരോടൊക്കെ സംസാരിക്കണേ. കുറേ നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി അത്യാവശ്യം കിടിലാണ് ഗൈസ്. എല്ലാവരും ലൈനപ്പായി പോകുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് ആരും അലമ്പൊന്നും അധികം കാണിക്കുന്നില്ല. ആരും ചിലത് കുറച്ചൊക്കെ ആൾക്കാർ കാണിക്കുന്നുണ്ട്. നമ്മൾ പോകാൻ വിചാരിച്ച ഗൈസ് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഗൈസ് നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലം എവിടെയാ വെച്ചാൽ ഡെസേർട്ടായിരുന്നു ആദ്യം വിചാരിച്ചു. ഡെസേർട്ട് മാറ്റി പിടിച്ച് ഡെസേർട്ട് മാറ്റിയിട്ട് നമ്മൾ അവിടെ പുതിയ വന്നൊരു സ്ഥലമുണ്ട് ഗൈസ്. നമ്മൾ ഡെസേർട്ടിക്കാണ് നമ്മൾ മാപ്പിട്ട് എന്തായാലും ഡെസേർട്ടിക്ക് ചിലപ്പോൾ നമ്മൾ മറ്റേ ഇവിടെ പുതിയ വന്നൊരു സ്ഥലമല്ലേ ഗൈസ്. പുതിയ വന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ചിലപ്പോൾ അവിടെ കയറ്റാം. എന്താ അറിയില്ല, നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ നിൽക്കും. എന്താ വെച്ചാൽ ഇപ്പം അത്ര എല്ലാവർക്കും ലാഗ് അടിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ദൂരം പോകും. അപ്പോൾ വഴി മാറ്റി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിട്ട് മച്ചന്മാർക്കൊക്കെ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യണേ. വണ്ടി ഫുള്ള് തട്ടി കിടക്കാം ഗൈസ്. നമ്മൾ സ്വന്തം വണ്ടി തന്നെ പോയി തട്ടി കിടക്കുമ്പോൾ അപ്പോൾ ഒരു മനസ്സിലൊരു വേദനയാണ്. സ്വന്തം വണ്ടി തട്ടുമ്പോൾ ഒരു വേദന. അത് നന്നാക്കി റെഡിയാക്കിയിട്ട് വരാം ഗൈസ്. റെഡിയാക്കുമ്പോഴേ ആ ഒരു വേദന മാറുള്ളൂ. ഗൈസ് നമ്മൾ നന്നാക്കിയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ വീഡിയോ അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഗൈസ്. ഇപ്പോൾ ഗൈസ് ആരാണ് ഈ മറ്റേ ഫയർഫോഴ്സിൻ്റെ ഒക്കെ പോലീസിൻ്റെ ഒക്കെ മറ്റേ സൈറൻ ഇട്ടടിക്കണേ? ആരെ കാരണമാണ് ഗൈസ്? നല്ല സൈറൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഈ കാരണമല്ലേ ഗൈസ്? മറ്റേ മുകളിൽ ലൈറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് സംശയം. അപ്പോൾ കണ്ട് ലൈറ്റ് ഈ കാറല്ലേ? എന്തായാലും വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്ന വണ്ടി ഫുള്ള് സീനാണ് ഗൈസ്. ഈ വണ്ടി നിങ്ങൾക്കറിയാം ഗൈസ്, ഇത് അടിപൊളി വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇത്
പുതിയ വണ്ടി ഉണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ ആ വണ്ടി വെച്ചിട്ടൊരു വീഡിയോ എടുക്കണം ഗൈസ്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഇനി അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അടുത്ത വീഡിയോ വെച്ചാൽ നമ്മളെ സാരിയോൺ പ്രോക്ക് നമ്മളൊരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തെടുക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തെടുക്കുന്ന ആണ് അടുത്ത വീഡിയോ. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ കാണണം, ഇത് കാണാത്തവർ ഇനി അടുത്ത വീഡിയോയും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കിട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മിക്കവാറും ഇപ്പം തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്ന തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യണം, എല്ലാവരും സബ് ചെയ്യണം, മറക്കല്ല കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കാറൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തരും. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.